ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 3 തിങ്കളാഴ്ച ദിവസമാണ്. അപ്പൊ നമുക്കിപ്പോൾ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഒരു ബിയറിഷ്നെസിനെ പറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റ് എല്ലാ ദിവസവും ഡൗൺവേർഡ് ജേർണിയിലാണ്. അപ്പം നമുക്ക് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മളിപ്പം മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റി അതിന്റെ ഒരു 2023 ഡിസംബറിലെ ഒരു റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ട് ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോ നിഫ്റ്റി മിക്കവാറും ഈ ഒരു ലെവൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിമിലും ഏകദേശം ആ ഒരു സപ്പോർട്ട് ലെവലുകളിലോട്ട് എത്തി നിഫ്റ്റി. അതുകൊണ്ട് ഇന്നൊരു ഹെവി ഫോള് ആരും എക്സ്പെക്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ നിഫ്റ്റി 80യുടെ ഒരു സപ്പോർട്ടും ഇന്നിപ്പം നിഫ്റ്റിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നിഫ്റ്റി 80 നമ്മളിപ്പോ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ലെവല്, അതായത് നിഫ്റ്റി 80യുടെ ഈ ഒരു ലെവല്, അതായത് ഇവിടുന്ന് ഒരു റൈസ് വന്നിട്ട് ഒരു ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ട് നിഫ്റ്റി 80 കയറിപ്പോയ ഈ ഒരു ലെവലിലാണ് നിഫ്റ്റി 80 ഇപ്പൊ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലും നിഫ്റ്റി ഇത്രയും താഴോട്ട് വലിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി അല്ല, അത് നിഫ്റ്റി ഇൻഡെക്സ് ആണെന്നാണ് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാൻ പറ്റും. കാരണം നിങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ്സിന് പ്രധാനപ്പെട്ട കാരണം ഈ നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളുടെ ചാർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു പ്രകടമായിട്ടുള്ള ഒരു വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും നിങ്ങൾ ചാർട്ട് നോക്കിയാൽ 2025 ജനുവരി മാസത്തിലെ ജനുവരി 24ന്റെ ലോ, ജനുവരി 27ന്റെ ലോ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്നാൽ നിഫ്റ്റിയിലതല്ല. നിഫ്റ്റിയിലെ സ്ഥിതി നിങ്ങൾ നോക്കിയോ, അതായത് നിഫ്റ്റി 2025 ജനുവരി 27ന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ നിങ്ങളിപ്പം നിഫ്റ്റിയിലൊക്കെ നിങ്ങൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് എപ്പോഴും ഇപ്പം ഇന്നലെ വെള്ളിയാഴ്ച ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാൻഡലിന്റെ ബോഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് അപ്പർ വിക്ക് ലോവർ വിക്ക് എന്ന് പറയാനൊന്നുമില്ല അല്ലേ. അപ്പം വളരെ ലോങ് ആയിട്ടുള്ള ബോഡിയോട് കൂടിയ ഒരു റെഡ് ക്യാൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ ഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ പാസ്റ്റ് ഡേയ്സിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് അപ്പർ വിക്കോ അല്ലെങ്കിൽ ഓവർ വിക്കോ ഇല്ലാത്ത വലിയ വലിയ റെഡ് ക്യാൻഡലുകൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ഇൻസൈഡ് ബാർ, അതിനകത്താണ് മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പോസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് ലോങ് റെഡ് ബോഡി ഉള്ള ഒരു ക്യാൻഡല്, ഈ ഒരു ഇത്, അതായത് 2025 ഫെബ് 11 ഈ ഒരു റെഡ് ക്യാൻഡല്, ലോങ് ബോഡിയുള്ള റെഡ് ക്യാൻഡല്, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് പോസ് ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2025 ജനുവരി 21 അവിടെയും ഈ പറഞ്ഞ ലോങ് റെഡ് ബോഡി ഉള്ള ഒരു ക്യാൻഡല്, മറ്റേ അപ്പർ വിക്കും ലോവർ വിക്കും തീരെയില്ല. അതിനകത്ത് അവിടെ വീണ്ടും മാർക്കറ്റ് ഒന്ന് പോസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2025 ജനുവരി 6 ലോങ് ബോഡിയുള്ള ഒരു റെഡ് ക്യാൻഡല് മാർക്കറ്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടെ നിന്ന് പോസ് ചെയ്തു. ഇത് പിന്നെ 2024 ഡിസംബർ 20 അവിടെ ഈ പറഞ്ഞ ലോങ് റെഡ് ബോഡി ക്യാൻഡൽ ഫോം ചെയ്തതിനു ശേഷം മാർക്കറ്റ് അതിനകത്താണ് ഓപ്പണിംഗ് കൺസൾട്ടേഷൻ ഒക്കെ നടന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പാസ്റ്റ് എല്ലാം നിങ്ങൾ നോക്കി, അതായത് ലോങ് റെഡ് ബോഡി ക്യാൻഡൽ ഇൻസൈഡ് അതിനകത്താണ് ഓപ്പണിംഗ് തൊട്ടടുത്ത ദിവസം. വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ലോങ് റെഡ് ബോഡി ക്യാൻഡൽ ഫോം ചെയ്തതിനു ശേഷം അതൊരു സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്തതിനു ശേഷം സംഭവിച്ചതാണ് അടുത്ത ഫോളുകൾ. അപ്പം നമ്മള് പാസ്റ്റിലെ നമ്മളൊരു നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്കവാറും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം, അതായത് നിഫ്റ്റി ഇന്നലത്തെ ഈ വെള്ളിയാഴ്ച ഫോൾ ചെയ്ത പോലെ ഒരു വൺ വേ ഫോള് എന്നൊരു സാധ്യത ഇന്ന് വളരെ കുറവായിരിക്കാമെന്നാണ് എന്റെ ഒരു അസംഷൻ. എല്ലാം നമുക്ക് നോക്കാം, ഓപ്പണിംഗിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്.
അപ്പം ഇന്ന് നിഫ്റ്റിയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാനുകൾ എന്തൊക്കെയായിരിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നിഫ്റ്റിയിലെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊന്ന് ഇൻഡെക്സ് ഒന്ന് മാറ്റാം. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും, കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിക്കവറി പോലും ഇല്ലാതെ കണ്ടിന്യൂസ് ഫോൾ ആയിരുന്നു. അതായത് നമ്മുടെ ഒരു ഇതില് അസസ്മെന്റിൽ നിഫ്റ്റി അവരുടെ ഒരു പക്ക ബീറിഷ് ക്ലോസിംഗ്, അതായത് ഡേ ലോയ്ക്ക് അടുത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിഫ്റ്റി അതായത് നിഫ്റ്റി 1250 ഒരു ഡേ ലോയിൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ ആ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് 1250 എടുത്ത സപ്പോർട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം 1250 ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി പിന്നെ ഒരു നാരോ റേഞ്ചിലാണ് കുറച്ചു നേരം ട്രേഡ് ചെയ്തത്. അതായത് ഈ റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് വന്നു, വീണ്ടും ഡേ ലോയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. പക്ഷെ ഇന്ന് നിഫ്റ്റി വീണ്ടും ഈ ലെവലിൽ താഴെയാണ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ലെവല് മിക്കവാറും വലിയൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി ഇൻ കേസ് നിഫ്റ്റി ഈ പി ഡി സിക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് നിഫ്റ്റി ഈ പി ഡി സിക്ക് മുകളിലും ഈ പറഞ്ഞിരിക്കുന്ന 245 ഈ ഒരു ലോങ് അപ്പർ ബിക്കി ക്യാൻഡൽ റിജക്ഷൻ ക്യാൻഡൽ ഇടയ്ക്കുള്ള ഒരു ഇതിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ മുകളിലോട്ട് നിങ്ങളൊരു കോൾ ഓപ്ഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി 22,279 ലെവല് റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെവല് ചിലപ്പം ഈ ലെവലിനകത്തൊക്കെയുള്ള ഓപ്പണിങ്ങിലാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പോഴും ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിലും വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ ഈ ലെവലിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാപ്പിലാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ചിലപ്പോൾ ഇതിനകത്ത് ട്രാപ്ഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മൊമെന്റം ട്രേഡ് കിട്ടണമെങ്കിൽ നിഫ്റ്റി ഒന്നെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് ഈ ലെവലും, അതായത് ഈ ഒരു 22,270 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് എങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് മുകളിലോട്ടുള്ള ഒരു ജേർണി, ഒരു മൂവ്മെന്റ് ഉള്ള സ്കോപ്പ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് പി ഡി എച്ചിൽ ആയിരിക്കണം, അത് മസ്റ്റായിട്ട് ബുക്ക് ചെയ്യണം. ഇൻ കേസ് പി ഡി എച്ച് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇന്നലെ വെള്ളിയാഴ്ചത്തെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ വെള്ളിയാഴ്ചത്തെ സിവിയർ സെല്ലിങ് നടന്ന ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോൾ ഓപ്ഷൻ സൈഡിലോട്ട് നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അധിക നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ റിസ്ക് ആണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ സെൽ ഡൗൺ റൈസ് മാർക്കറ്റ് ആണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് കോൾ സൈഡിലോട്ട് നിങ്ങളൊരു എൻട്രി എടുത്ത് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ്, ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. കാരണം വെച്ചാൽ ഇത് മേളിലോട്ട് വരുന്തോറും ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള സെല്ലിങ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല പോസിബിലിറ്റി കോൾ സൈഡിനുള്ളത് ഈ ഒരു ലെവലിൽ, അതായത് 22,270 എന്ന് പറഞ്ഞ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും ഈ ലെവലിന്, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും ഇവിടെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നമ്മുടെ ടാർഗറ്റ് പി ഡി എച്ച് ആയിരിക്കണം. യാതൊരു കാരണവശാലും പി ഡി എച്ച് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നുള്ള ഒരു അസംഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്യരുത്. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ലെവലിന് തൊട്ട് താഴെയാണെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് മിക്കവാറും ഈ ഒരു ലെവലിനകത്ത് ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് തന്നെ ഇന്ന് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇനി പുട്ട് സൈഡിലോട്ട് നല്ലൊരു എൻട്രിക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പി ഡി എച്ചിൽ ഒരു റെഡ് ക്യാൻഡിൽ ബോർഡ് ഒരു ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ, അതായത് ഈ പി ഡി എച്ച് ടച്ച് ചെയ്തുകൊണ്ട് ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഇവിടുന്ന് വീണ്ടും ഈ വെള്ളിയാഴ്ച സംഭവിച്ച പോലെ ഒരു ഷാർപ്പ് സെല്ലിങ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ടൊന്ന് പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. വീണ്ടും ഈ ലെവലിൽ സപ്പോർട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഇത് ഇവിടുന്ന് വീണ്ടും വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഈ റീജിയനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ ഈ ഒരു ലെവലിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിലോട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ പ്ലാൻ ചെയ്യരുത്.
അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ പറഞ്ഞ ഓപ്പണിംഗ് സിനാരിയോസ് നിങ്ങളും ഒരു മനസ്സിൽ കാണുക. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക, മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൽ മുകളിൽ ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക. അപ്പം നിങ്ങളും ഈ പറഞ്ഞ പോലെ പല പല ഓപ്പണിംഗ് സിനാരിയോസ്, അതായത് പി ഡി എല്ലിന് താഴെയാണെങ്കിൽ എന്തായിരിക്കാം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. പി ഡി എച്ചിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കാം മാർക്കറ്റിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പി ഡി എച്ചിനും ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത ലെവലിനും ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നത് എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിനും ഈ റെസിസ്റ്റൻസിനും ഈ ഒരു പി ഡി തൊട്ട ദിവസത്തെ ഡേ ലോയ്ക്കും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എന്തായിരിക്കും സംഭവിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറെ സിനാരിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു അസംഷനിൽ ഇരിക്കുക. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അസംഷൻസുമായിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തെന്നുള്ളത് നിങ്ങളിപ്പോ ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പല പല മാർക്കറ്റ് ഓപ്പണിംഗ് സിനാറിയോസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റിലെ റിയൽ ഓപ്പണിംഗിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം ഇന്നിപ്പം ഈ ഒരു ലെവലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പം ഇന്ന് അഗ്രസീവായിട്ട് ഒരു എൻട്രികൾ പ്ലാൻ ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഇന്നിപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ വെള്ളിയാഴ്ച ഒരു മാസീവ് ഫോൾ ആയതുകൊണ്ട് ഒരു അൾട്രാ ബിയറിഷ് ഒരു ക്ലോസിംഗും ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് വീണ്ടും അതേപോലെ തന്നെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫോൾ ഇന്ന് സംഭവിക്കുന്നുള്ള അസംഷൻ നിങ്ങൾ അഗ്രസീവായിട്ട് പുട്ട് സൈഡിലോട്ട് പോകാതിരിക്കുകയാണ് നല്ലതെന്നാണ് എന്റെ ഒരു അസംഷൻ. ഓക്കെ, ഇനി എന്തായാലും മാർക്കറ്റ് ഇന്നിപ്പം ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് പി ഡി എല്ലിന് താഴെയാണെങ്കിൽ, പി ഡി എൽ ഒത്തിരി താഴെയാണ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അഗ്രസീവായിട്ട് നിങ്ങൾ പുട്ട് സൈഡിലോട്ട് അല്ലെങ്കിൽ കോൾ സൈഡിലോട്ട് ഒന്ന് എൻട്രി എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു.